എനിക്ക് എപ്പോഴും വരുന്ന കമൻ്റാണ്, ടാലിയിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഏത് ഓപ്ഷൻസ് പഠിച്ചാലാണ് ഒരു ജോലി കിട്ടുക, ഇങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു ഫ്രഷറെ ജോലിക്ക് കയറുമ്പോൾ അവിടെ എന്തെല്ലാമാണ് അയാൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അപ്പോൾ മാനുവലായിട്ട് എന്തെല്ലാം അറിഞ്ഞിരിക്കണം, അതേപോലെ ടാലിയിൽ എന്തെല്ലാം ഓപ്ഷൻസ് അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എന്തൊക്കെ ജോബ് സ്കിൽസ് ആണ്, ഫ്രഷേഴ്സിന് വേണ്ടുന്ന ജോബ് സ്കിൽസ് എന്തെല്ലാമാണ്, അതായത് ടാലിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ജോബ് സ്കിൽസ് ഫോർ ഫ്രഷേഴ്സ് ആണ്. അതായത് ടാലിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ടാലിയിൽ അറിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മൾക്ക് എന്തെല്ലാം സ്കിൽസ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അതായത് ഒരു ജോലിക്ക്, ഒരു ഫ്രഷറെ ജോലിക്ക് കയറുമ്പോൾ അയാൾക്ക് എന്തെല്ലാം സ്കിൽസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ പലർക്കും ഒരു ജോലിക്ക് കയറുമ്പോൾ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്ന ഉടനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമോ എന്നുള്ളത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GST റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ TDSൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പലരുടെയും പേടി. അപ്പോൾ ഒരു ജോലിക്ക് കയറുമ്പോൾ തന്നെ പലർക്കും ടെൻഷനാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ഒരു ഫ്രഷർ ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നിങ്ങളെ ഏൽപ്പിക്കില്ല. കാരണം അതൊക്കെ ചെയ്യാൻ അവിടെ സീനിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രഷറാണെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആദ്യം ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ ഏൽപ്പിക്കുള്ളൂ. അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഫസ്റ്റ് അറിയേണ്ടത് അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് തറവായിരിക്കണം. അതാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഫ്രഷർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ പേടിക്കാതെ തന്നെ ജോലിക്ക് പോവാം. എന്ത് വേണം നിങ്ങൾക്ക് എന്ത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ടാലിയും അറിഞ്ഞിരിക്കണം. അപ്പോൾ ടാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഒരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ടാലി പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ, ടാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ടാലി ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ടാലി പഠിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ടാലിയുടെ പ്രത്യേകത. അപ്പോൾ അക്കൗണ്ട്സിൻ്റെ ബേസിക്സും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, ടാലിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അത് നിങ്ങളിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏൽപ്പിക്കില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചെങ്കിൽ അക്കൗണ്ട്സ് ബേസിക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ടാലിയിലാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് എൻട്രി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ സെയിൽസിൻ്റെ എൻട്രി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ എക്സ്പെൻസുകളൊക്കെ കൊടുക്കുന്ന എൻട്രി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഫേം ആകുമ്പോൾ, ഇപ്പോൾ ഒരു ഓഫീസ് ആകുമ്പോൾ അവിടെ പല പല എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കും, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉണ്ടായിരിക്കും, വാട്ടർ എക്സ്പെൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ടാലിയിൽ നിങ്ങളെ പേയ്മെൻറ്റ് വൗച്ചർ എടുത്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് എൻട്രി ചെയ്യണം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം, ബാങ്കിൽ വിഡ്രോ ചെയ്യൽ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു ചെക്ക് ഡിസോണർ ആവും. അപ്പോൾ അതിന് എങ്ങനെയാണ് എൻട്രി ഇടേണ്ടത്, അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ഡിസോണർ ആയാലും എൻട്രി ഇടുക നിങ്ങൾക്കറിയുമോ? ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് എന്ത്, ഡിസോണർ ആയി കഴിഞ്ഞാൽ ചെയ്യുക. കാരണം വെച്ചാൽ ആ ചെക്ക് ക്യാൻസൽ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ആ എൻട്രി നമുക്ക് ഡെലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രി ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്തതിലൂടെയാണ് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്താണ് ചെയ്യണം എന്നുള്ളത് നോക്കി മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം മാത്രമാണ് നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ മാനുവൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പോൾ പർച്ചേസ് വൗച്ചർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സെയിൽസ് വൗച്ചർ ഉണ്ടായിരിക്കും, പിന്നെ പേയ്മെൻറ്റ് വൗച്ചർ,
അതേപോലെ തന്നെ റെസിപ്റ്റ് വൗച്ചർ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം. കാരണം അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്ത് വെക്കണം. അപ്പോൾ ഓരോന്നിനും ഓരോ ഫയലുകൾ ഉണ്ടായിരിക്കും ഓഫീസിൽ. പർച്ചേസിന് ഒരു ഫയൽ ഉണ്ടായിരിക്കും, സെയിൽസിന് ഒരു ഫയൽ ഉണ്ടായിരിക്കും, പേയ്മെൻറ്റിന് ഒരു ഫയൽ ഉണ്ടായിരിക്കും, റെസിപ്റ്റിന് ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വകതിരിവോട് കൂടെ ഓരോന്നും അതാത് ഫയലിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. അത് എത്തരത്തിലുള്ള സ്ഥാപനമാണ്, അതിൻ്റെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എങ്ങനെയാണ്. ഇപ്പോൾ പല സ്ഥാപനങ്ങളുണ്ട്. ചിലതാണെങ്കിൽ ട്രേഡിങ് നടത്തുന്നതുണ്ട്, ചിലതാണെങ്കിൽ സർവീസ് നടത്തുന്നതുണ്ട്, ചിലതാണെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും അക്കൗണ്ടിങ് എന്താണ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ വർക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കിക്കോളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാത്തുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾക്ക് പഠിക്കണം എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് അവിടെ ഓൾറെഡി ചെയ്തു വന്നിട്ടുള്ള വർക്കുകളാണ് അതെല്ലാതും. അപ്പോൾ സീനിയേഴ്സിനോട് ചോദിക്കണം. അതേപോലെ തന്നെ നമ്മൾ ചെന്ന് കുറച്ച് ദിവസമൊക്കെ നമ്മുടെ സീനിയേഴ്സിനോട് നല്ല റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ പെരുമാറണം. അപ്പോൾ മാത്രമാണ് നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ ആണല്ലോ. അപ്പോൾ അവരോട് ബഹുമാനത്തോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് മനസ്സിലാക്കണം. പിന്നെ പലർക്കും ഉള്ളൊരു ധാരണയാണ് ചിലപ്പോൾ ഒരുപാട് കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലൊക്കെ പ്രൊമോഷൻ കിട്ടുന്നുള്ളത്. പക്ഷെ അത് വളരെ തെറ്റാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കോഴ്സുകൾ പഠിച്ചതല്ല, നമ്മൾ വർക്കിംഗ് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ അറിവ് നേടേണ്ടത്. ഇപ്പം നമ്മൾ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ വലിയ വലിയ കോഴ്സുകൾ ഒരുപാട് പഠിച്ചു, അപ്പോൾ ജോലിക്കൊന്നും പോവാതെ എപ്പോഴും ഈ കോഴ്സുകൾ പഠിക്കൽ തന്നെ, പഠിക്കുക. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് കോഴ്സുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ തന്നെ ഒരു ജോലിക്ക് കയറുക. പിന്നെ ജോലിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് പഠിക്കേണ്ടത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു കോഴ്സിലൂടെയോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ഒന്നും പഠിക്കാൻ പറ്റിയുള്ള ഒരു സംഭവമല്ല അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് പറഞ്ഞാൽ എന്താണ്, നമ്മളത് മൈൻഡിൽ നമുക്കത് വരണം, മൈൻഡിൽ നമ്മുടെ കയ്യിലും അത് വരണം. അത് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അക്കൗണ്ട്സ് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ചെയ്ത് നമ്മുടെ മനസ്സിൽ അത് വരണം. ഇപ്പോൾ GST എങ്ങനെയാണ് ഫയൽ ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് ഒരുപാട് ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ TDSൻ്റെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ബാങ്ക് റീകൺസിലിയേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല അക്കൗണ്ടിങ് എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പോൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആദ്യമായിട്ടൊരു ജോലിക്ക് കയറിയാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളവിടെ കയറുന്ന സമയത്ത് നമ്മൾ എന്താണ്, അവിടെ ഫ്രഷറാണ്. അപ്പോൾ നമ്മൾ ഏത് ജോലി കിട്ടിക്കഴിഞ്ഞാലും ഒരുപക്ഷെ അവിടെ സാലറി ഇത്തിരി കുറവാണെങ്കിൽ കൂടി നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സാലറി ഉള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ടാലി നമ്മൾക്ക് പല തരത്തിൽ നമുക്ക് പഠിക്കാം. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് വഴി നമുക്ക് പഠിക്കാം. അപ്പോൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് കാര്യം. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കൊരു കോഴ്സ് സർട്ടിഫിക്കറ്റോടൊന്നും വലിയ വാല്യൂ ഒന്നും ഇല്ല. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് ഏത് വഴി പഠിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. യൂട്യൂബ് വഴി പഠിച്ചാലും അതെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാലും അതെ, അറിവ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ടാലിയിലാണെങ്കിലും അക്കൗണ്ട്സിലാണെങ്കിലും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾക്ക് അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ടാലിയിലാണെങ്കിൽ നമ്മൾക്ക് വൗച്ചർ എൻട്രി എല്ലാം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മൾക്ക് ഡെയിലി ഉള്ള റിപ്പോർട്ട്സുകൾ എടുക്കാനും അറിയണം. എങ്ങനെയാണ് ഡാബുക്ക് എടുക്കുക, അതേപോലെ തന്നെ ഡെയിലി ക്യാഷ് ബാലൻസുകൾ ചെക്ക് ചെയ്യണം. അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 5:30 അടച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം. ഒരുപക്ഷെ നിങ്ങൾ ചെന്ന ഉടനെ നിങ്ങൾക്കത് റീകൺസിലിയേഷൻ ഒന്നും ചെയ്യാൻ തന്നൊന്നും വരില്ല. നിങ്ങൾ ചെന്ന ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞാലാണ് അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങളെ ഏൽപ്പിക്കുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ബേസിക് റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ അറിയണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എവിടെയാണ് കിടക്കുന്നത്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എവിടെയാണ് കിടക്കുന്നത്, ഡേ ബുക്ക് എവിടെയാണ് കിടക്കുന്നത്, പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ഒരു പാർട്ടിയുടെ ലെഡ്ജർ എങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടാലി ഞാൻ ഏകദേശം ഫുള്ളായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഓരോ ഷോപ്പുകളിലെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ടാലിയൊക്കെ പഠിച്ചു കഴിഞ്ഞു, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഷോപ്പിലാണ് ജോലി കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വിവിധ ഷോപ്പുകളുടെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സാനിറ്ററി വെയർ ഷോപ്പിൻ്റെ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി മാനുഫാക്ചറിങ് ആണെങ്കിൽ ബ്രെഡ് മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഷോപ്പ് അക്കൗണ്ടിങ് എന്നുള്ള പ്ലേലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.